ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇന്നലെ നെസ്റ്റോന്ന് വാങ്ങിയതാട്ടാ നല്ല മത്തൻ. അപ്പം കുറച്ച് പൈസ ഉള്ളൂ കേട്ടോ. ഈ ഒരു കഷ്ണത്തിന് അങ്ങനെ ഓരോ പീസാക്കിയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കഷ്ണം ഞാൻ വാങ്ങിച്ചതാട്ടാ. പിന്നെ ഇപ്പോൾ വൻപയർ കിട്ടണത് നമുക്ക് ഇങ്ങനത്തെ ഒരു ചുവന്ന വൻപയറാട്ടാ. ആ വെള്ള നിറത്തിലുള്ള ആ ഒരു വൻപയറുണ്ടല്ലോ, ചെറിയ മണി, അതിപ്പോൾ കിട്ടണില്ല കേട്ടാ. അതും ഈ മത്തനും കൂടി ഓല വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ണ പോലെ ഇരിക്കും കേട്ടോ. നമ്മളെ ഗുരുവായൂരിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഓലൻ്റെ പോലെ. പക്ഷേ അതുപോലെ ഞാൻ വെക്കുകയാണ്. പക്ഷേ ഈ പയർ അത്ര കണ്ട് ഗുണമില്ല കേട്ടാ. പൊടിയും കുറവാണ്, എന്തോ ഒരു പോലെ കേട്ടാ. അപ്പോൾ ആ മത്തനൊക്കെ ചള്ള് മത്തനാണ്. തോലൊന്നും ഞാൻ കളയണില്ല കേട്ടാ. അപ്പോൾ ആ മത്തനൊക്കെ ഞാൻ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. പിന്നെ എന്താണ് കൂട്ടുകാരെ എല്ലാവരും വിശേഷമൊക്കെ? കല്യാണമൊക്കെ അടുത്ത് തുടങ്ങിയിട്ടാ. അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പറ്റണ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടാ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നിട്ട് കമൻ്റൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ പറ്റുമ്പോഴൊക്കെ ഇട്ടാ ഞാൻ ഇടുക. അപ്പം ഇന്ന് കുറച്ച് ഓരോ ഭാഗം ഇങ്ങനെ ഷോക്കേസുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടാട്ടാ. ഇന്നിപ്പോൾ പുറത്തേക്കൊന്നും പോയില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇട്ടെന്നും. പിന്നെന്താണ് എല്ലാവരും ന്യൂ ഇയറൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടല്ലേ ഈ വർഷം, പുതുവർഷം. അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തുള്ളത്. അപ്പോൾ പയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടിയിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോഴേക്ക് മീനൊക്കെ കൊടുന്നിട്ടാ. അപ്പോൾ ചെമ്മീൻ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, മോന് മാത്രം. മോന് മത്തി പറ്റില്ല കേട്ടാ. അപ്പോൾ അത് പൊരിക്കാമല്ലോ, മത്തിയും പൊരിക്കുക. അപ്പം ഒന്ന് ഓലനും പിന്നെ കറിയൊന്നും വേറെ വെക്കണില്ല കേട്ടാ. മക്കളൊക്കെ പിറന്നാളുണ്ട്, ചേച്ചിയുടെ അവിടെ എങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പയറും വെന്തയിലേക്ക് ഞാൻ മത്തനും എരിവിനുള്ള പച്ചമുളകും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക കേട്ടാ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള ഒന്നും ഇതിൽ ചേർക്കില്ല കേട്ടാ. അപ്പോൾ ഒക്കെ വെന്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്, കുക്കറൊക്കെ കണ്ട് ഒഴിവാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പോൾ എരിവുണ്ട്, 2 പച്ചമുളക് ഇട്ടുണ്ടല്ലോ. നല്ല സൂപ്പറായിട്ടുള്ള ഇന്ന് ഇതായിരുന്നു കേട്ടോ ചോറിക്ക്. പിന്നെ ഇന്ന് നമുക്ക് മത്തി പൊരിച്ചതും പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ട് കേട്ടോ. അപ്പം നന്നായിട്ടൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണം. അപ്പം ഞാൻ അടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ അതുമ്പോൾ മീനൊക്കെ പൊരിച്ചിട്ടാണ്. അപ്പോൾ പുട്ടായിരുന്നു. അപ്പോൾ പപ്പടം പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു 2 ചെറുപ്പ് പഴം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു കൊല വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉണ്ണിത്തണ്ടൊന്നും വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം എന്നാൽ അതിൻ്റെ ഉണ്ണിത്തണ്ടൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. പിന്നെ ഇന്ന് പപ്പടം കാച്ചി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒഴിച്ചിട്ടാട്ടാ മീനൊക്കെ പൊരിച്ചെടുക്കുന്നത്. പിന്നെ അത് പിറ്റേ ദിവസത്തേക്കൊന്നും എടുത്ത് വയ്ക്കില്ല കേട്ടാ. ഇന്ന് ചൂടാക്കി വെളിച്ചെണ്ണയൊന്നും പിറ്റേ ദിവസത്തേക്കൊന്നും വയ്ക്കില്ല കേട്ടാ. മുന്നേ ഒന്നും നമുക്കൊന്നും അറിയില്ലല്ലോ. മുന്നെയൊക്കെ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്തിരുന്നില്ലേ. അപ്പം അങ്ങനെ ചൂടാക്കിയിട്ടൊന്നും എടുക്കരുത് എന്നല്ല പറയുക. അപ്പോൾ നാളെ ചെമ്മീൻ കറി വയ്ക്കാൻ വെച്ചിട്ട് കുറച്ച് ഞാൻ ഇതുകൊണ്ട് എടുത്തുള്ളൂ കേട്ടാ, പൊരിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോഴേക്കിന് തുണി ഞാൻ അതൊക്കെ ഒന്ന് കഴുകി അതൊക്കെ ഒന്ന് തോർത്തിടുകയാണ് കേട്ടാ. പിന്നെ വീട് നിറച്ച് പൂച്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ പൂച്ചകളൊക്കെ ചത്തിട്ടും ചാവാതിയും ഒക്കെ ആയിട്ടൊക്കെ പോയിട്ടാ. കുഞ്ഞായി എന്ന് പറഞ്ഞാൽ ഒരു വിശപ്പ് ഭ്രാന്തനായിരുന്നു. എന്നെല്ലാവരും കൂട്ടത്തിൽ ഇരുന്നിട്ടൊന്നും അവൻ കഴിക്കില്ല കേട്ടാ. ഓന് ഒറ്റയ്ക്ക് വേറെ വേണം. അല്ലെങ്കിൽ അപ്പൂന് ചോറേറ്റ് പോകുമ്പോൾ അവിടെ പോയിരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പൂനുള്ള ചോറേറ്റാണ്ട് പുറത്തേക്കാണ്ട് കടന്നാൽ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഭയങ്കര കരച്ചിലാവും. അപ്പോൾ ഓന് നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മളാണ്ട് അപ്പൂന് കൊടുക്കട്ടാ. അങ്ങനെ രാത്രി ആയാലും ഓൻ വെയിറ്റ് ചെയ്യും. പിന്നെ മുൻവശത്താണ് ഏറി വന്നിരിക്കട്ടെ കഴിക്കാനൊക്കെ. അങ്ങനത്തെ ഒരു പാവായിരുന്നു. പിന്നെ കുട്ടുമോ ഇപ്പോൾ ഒരു പരദേശിയാണ് കേട്ടാ. ഓൻ എപ്പോഴേലൊക്കെ ഒന്ന് വരും, ഭയങ്കര വിശപ്പായിട്ടാണ് വരിക. അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടാ. അപ്പോൾ ആ കുറച്ച് ചെമ്മീൻ ഞാനൊന്ന് വറുത്തെടുത്ത് പിന്നെ ആ ചട്ടിയിൽ തന്നെ 4 ഇരുമ്പാമ്പുളിങ്ങി ഒന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടാ. പിന്നെ ചെറിയ ഉള്ളിയും മുളക് പൊടിയും ഇരുമ്പാമ്പുളിയും ഉപ്പും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താട്ടാ. ഈ ഒരു ചമ്മന്തി മതിയിട്ടാവും വെള്ളം ഇറച്ചി ചോറ് തിന്നാൻ. അപ്പം ഈ ചമ്മന്തിയും
ഓലനാക്കിയിരുന്നു കേട്ടാ ചോറയ്ക്ക് കുറേ. അപ്പോൾ ഈ ഉണ്ണിത്തണ്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടാ. മേലേക്കൊന്നും വല്ലാണ്ട് കൊല വെട്ടിയതാണല്ലോ, ഒന്നും നോക്കുകയൊന്നും ചെയ്തില്ല കേട്ടാ. അതിൻ്റെ നടു ഞാൻ വെട്ടിയതിൻ്റെ വെട്ടി വേറിട്ടതിൻ്റെ ശേഷമാണ് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 2 പട്ട സർവീസ് വയറുമ്പരിക്ക് ഇങ്ങനെ കൊളത്തിയിട്ട് ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതുമ്മ 2 പട്ട ഉണ്ടായിരുന്നു വെട്ടിയിട്ടാ. അപ്പോഴാണ് ഇന്ന് ഇലയിൽ കഴിച്ചാലോ എന്ന് ഓർമ്മ വന്നിട്ടാ. വേഗം അതിൻ്റെ 2 നാക്കലേ കിട്ടി, അത് വെട്ടിയിട്ട് കൊണ്ടുവച്ചിട്ടാ. എന്നിട്ട് വെട്ടി നോക്കുമ്പോൾ കണ്ടാ തൂങ്ങി കിടന്നു അവിടെ കേട്ടാ സർവീസ് വയർ. ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ മോളേനെ വിളിച്ച്, എനിക്കിണ്ട് കിട്ടണമില്ല. എന്നിട്ട് മോള് വന്ന് അത് പിടിച്ചിട്ട് ഞാൻ ആ 2 കൈ മുറിച്ച് മാറ്റിയതിൻ്റെ ശേഷമാണ് കേട്ടാ പിന്നെ പിടിച്ച് നിന്ന്, വരുന്നവരെ പിടിച്ച് നിന്ന് അങ്ങനെ വെട്ടിയിട്ട് ഞാനെടുത്ത്. അതല്ല, ആരും ഇപ്പോൾ വീട്ടിലില്ല വെച്ചിങ്ങ സർവീസ് വയർ പൊട്ടും ചെയ്യും, എല്ലാവരും വായിലിരിക്കണു കേൾക്കേണ്ടി വരും. ഇവിടെ തെങ്ങ് കയറാൻ ഒരു വർഷം ഒരു ഹിന്ദിക്കാരൻ പുതിയ ആളാണ്, അതിനെ കൊണ്ടുവന്നിട്ട് ഒരു കൊല വെട്ടി തെങ്ങിൻ്റെ ആ സർവീസ് വയർ മേടിക്കാണ്ടിട്ട് സർവീസ് വയറാണ്ട് പൊട്ടിയിട്ടാ. അപ്പോൾ തെങ്ങ് കയറിനേക്കായി ഏറെ പൈസ നമുക്ക് ആ വയർ പഴയതേന്ന് അത്ര. എത്രയോ ഉറുപ്പിക്ക് ആ വയറൊക്കെ മേടിക്കേണ്ടി വന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ തെങ്ങ് കയറാൻ ആളെ കൊണ്ടുവരുമ്പോൾ പിന്നാലെ ഇപ്പം ഞങ്ങൾ ഇത് കെട്ടാൻ വരാനൊന്നും പറ്റില്ല, അവരോട് പറഞ്ഞു കൊടുത്തോളിട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും വരുമോ ഞാൻ പേടിച്ചിട്ടാ. ആൾ വീട്ടിലില്ല വെച്ചിങ്ങപ്പോൾ ഞാനും പെട്ടേരുന്നേ. അപ്പം അങ്ങനെ അതാണ്ട് ഒഴിവായിട്ടാ മോള് വന്നപ്പോൾ. പിന്നെ ഞാനങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത്. ചെറിയ ഉണ്ണിത്തണ്ടാണെന്ന് വെച്ചെങ്കിലും നല്ലതാണല്ലോ. അപ്പോൾ ഒരു വർഷം തലവാട്ടേക്കും മിൻറ്റേച്ചിക്കും അഞ്ചൻ്റെ അവിടേക്കും എല്ലാവർക്കും കൊടുത്തിട്ടാ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ. അങ്ങനെ ഉണ്ണിത്തണ്ടൊക്കെ മുറിച്ചെടുത്ത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇട്ടാൽ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.